ജെയ്ക് സി തോമസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, CPM നേതാവ്. ശ്രീ ജെയ്ക് സി തോമസ്, ഇതിപ്പോ ബെഹ്റ, അതായത് പത്മജ വേണുഗോപാലിനെ BJP-യിലേക്ക് പോയതിന് പിന്നിൽ CPM-ന് ഒളി അജണ്ട ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതിന് ഇടനില നിന്നത് CPM-ന് വേണ്ടി ലോക്നാഥ് ബെഹ്റയാണ് എന്നുള്ള ഒരു ആരോപണം സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഉന്നയിക്കുന്നതാണ് നമ്മൾ കാണാറ്. ചിലപ്പോൾ മറ്റുള്ള നേതാക്കൾ ഏറ്റുപിടിക്കുന്നതും ചിലപ്പോൾ ഏറ്റുപിടിക്കാതെ അത് ചീറ്റിപ്പോകുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ചെന്നിത്തലയിലൂടെ, സതീശനിലൂടെ വന്നിപ്പോൾ സുധാകരൻ കുറെ കൂടി കനത്ത ശബ്ദത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിന് തെളിവുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ ആരോപണത്തെ പാർട്ടി കാണുന്നത്? ഇപ്പോൾ ഈ ആരോപണത്തിന് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ മനുഷ്യർ നടക്കുമ്പോൾ കാരിനടിയിൽ ചവിട്ടിയരച്ച് കളയുന്ന പുല്ലിന്റെ പോലും വില കൊടുക്കേണ്ടതുണ്ടോ എന്ന് മലയാളികൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഈ KPCC പ്രസിഡന്റ് തന്നെയാണ് ഇപ്പൊ പോക്സോ കേസിൽ പ്രതിയായി കേരളമെമ്പാടുമുള്ള പല പ്രമുഖരെയും തട്ടിച്ച കേസിലെ സുപ്രധാന പദവി അലങ്കരിക്കുന്ന മോൻസൺ മാവുങ്കലിനോടൊപ്പം ഇദ്ദേഹം കൂട്ടുപ്രതിയാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പൊ മാനനഷ്ട കേസ് കൊടുക്കും എന്ന് നിങ്ങളടങ്ങുന്ന മാധ്യമ പ്രവർത്തക സമൂഹത്തെ സാക്ഷി നിർത്തി ഇദ്ദേഹം ഉച്ചത്തിൽ ഗീർവാണം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ്. ആ മാനനഷ്ട കേസ് ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? ഇനി അതോടൊപ്പം തന്നെ ഇദ്ദേഹവും അങ്ങ് തൊട്ടുപുറകിൽ ഇദ്ദേഹത്തോടൊപ്പം ചൂണ്ടിക്കാണിച്ച മറ്റാളുകളുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, അവരൊക്കെ തെളിവുകളുണ്ട്, രേഖയുണ്ട് എന്നതിന്റെ പേരിൽ 100 തവണ വിളിച്ചു പറഞ്ഞ ആരോപണങ്ങൾ തെളിവേതുമില്ലാതെ കേരളീയ മനസാക്ഷി തള്ളിക്കളഞ്ഞ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പുതിയൊരു ആരോപണമായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്തരം ആരോപണങ്ങളിൽ മാത്രം അഭിരമിക്കേണ്ടതായിട്ട് വരുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല, തങ്ങളുടെ കൂടാരത്തിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ നാണിപ്പിക്കുമാറ് കോൺഗ്രസിൽ നിന്ന് കേരളത്തിൽ RSSന്റെ കൂടാരത്തിലേക്ക് വലിയ കൂടുമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടൊഴിയാതെ ഇനി ബാക്കി ആരുണ്ട് എന്നുള്ളതാണ് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും അലോസരപ്പെടുത്തുന്ന വസ്തുത. ഇപ്പോൾ തന്നെ BJP-യുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ പിണറായി വിജയനെ പരാജയപ്പെടുത്തുവാൻ ഈ KPCC പ്രസിഡന്റ് കണ്ടെത്തിയ ആൾ C രഘുനാഥ് ഇന്ന് കണ്ണൂർ മണ്ഡലത്തിൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് സംഭാവനയായി സ്വീകരിച്ച് BJP-യുടെ ടിക്കറ്റിൽ മത്സരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ എന്തിനായിരിക്കും ഇപ്പോൾ തെളിവുകളും ഫോട്ടോസും ഉണ്ട് എന്ന് പറയുകയാണല്ലോ അദ്ദേഹം. അപ്പോൾ ഈ ബെഹ്റ എന്തിനായിരിക്കും പത്മജ വേണുഗോപാലിനെ പോലെ ഒരാൾ? കാരണം ഒരു നിലക്കും അവരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയില്ലാത്ത ഒരാളുടെ വീട്ടിൽ പോയി ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ടാവുക എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടല്ലോ. അതിലിപ്പോൾ എന്താണ് അങ്ങേക്ക് അതിനകത്തൊരു നിഗമനമായി പറയാനുള്ളത്? അങ്ങനെ എന്തെങ്കിലും സന്ദർശനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടത് അത്തരം ആളുകളാണ്. അവരാണോ ഇങ്ങനെ ഒരു പാലം പടന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അരവിന്ദ് മേനോൻ ഉൾപ്പെടെയുള്ള BJP-യുടെ സമുന്നതരായ മറ്റു നേതൃത്വങ്ങളാണ് ചർച്ച നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരുന്നു. എന്തുകൊണ്ട് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും ഇത്തരം ഒരു കൂടുമാറ്റത്തെക്കുറിച്ച് അറിഞ്ഞില്ല? ആരാണ് ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചത്? ആരാണ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് BJP ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്ത് സാമ്പത്തികമാകാം, അധികാര കസേരയാകാം, ഏത് അപ്പകഷ്ണമാണെങ്കിലും ഇട്ടുകൊടുക്കേണ്ട അപ്പകഷ്ണത്തിന്റെ ഓഫറിനെ സംബന്ധിച്ച് ആര് വാഗ്ദാനം ചെയ്തു? ഇതിനെയൊക്കെ സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾ വാർത്ത ചെയ്തു. പക്ഷെ ആ പാർട്ടി ബെഹ്റ BJP-ക്ക് വേണ്ടി ഒരു ഇടനില സംസാരിക്കും എന്നുള്ളൊരു സംശയം ഉണ്ടോ താങ്കൾക്ക്? അല്ല, അവിടെയാണ് പറഞ്ഞത്. ആ വാർത്തയിലൊന്നും ബെഹ്റ ഇല്ല എന്നുള്ളത് കൊണ്ട് മലയാള മാധ്യമങ്ങൾക്കോ കേരളത്തിലെ കോൺഗ്രസുകാർക്കോ അത് ഇഷ്ടപ്പെട്ടതായി സത്യമുള്ള വാർത്തയായി തോന്നിയില്ല. മലയാള മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെപ്പ് ഉണ്ടാകണമെങ്കിൽ അത് ലോക്നാഥ് ബെഹ്റയെ കേന്ദ്രീകരിച്ച് ആ സമയത്ത് DGP ആയിരിക്കവേ ആഭ്യന്തരമന്ത്രി പദവി കൈകാര്യം ചെയ്തിരുന്ന, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് ഒരു നെക്സസ് ആരോപിക്കാൻ വേണ്ടി കഴിയണം. നട്ടാൽ കുരുക്കാത്ത ശുദ്ധ നുണ എന്നല്ലാതെ എന്ത് പറയാൻ? ഇനി ഇരിക്കട്ടെ, ഒരു വാദത്തിന് നമുക്കിതങ്ങ് അംഗീകരിച്ചാലോ? ബെഹ്റ ചർച്ച ചെയ്തിട്ടാണ് പോയതെന്ന് അംഗീകരിച്ചാലോ? ബെഹ്റ ചർച്ച ചെയ്താൽ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണോ? അതിനെ സംബന്ധിച്ച് എന്താ ഇയാൾക്ക് പറയാനുള്ളത്? നാളെ ബെഹ്റ ചർച്ച ചെയ്താൽ KPCC പ്രസിഡന്റ് BJP-യിലേക്ക് പോവോ? നാളെ ബെഹ്റ ചർച്ച ചെയ്താൽ മുൻ പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് BJP-യിലേക്ക് പോവോ? ചർച്ച ചെയ്തുമ്പോൾ ഇട്ടുകൊടുക്കുന്ന അപ്പകഷ്ണങ്ങൾ നുണഞ്ഞ് BJP-യിലേക്ക് പോകാൻ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചല്ല ഇവർ വിമർശനം നടത്തേണ്ടത്. അല്ലാതെ ചർച്ച ചെയ്യാൻ വന്ന ബെഹ്റയെ കുറിച്ച് എന്തിനിവർ വിലപിക്കണം? എന്തിനിവർ കരഞ്ഞ് കാലുപിടിക്കണം? അതല്ലേ നമ്മുടെ നിലക്കുള്ള ചോദ്യങ്ങൾ തിരിച്ച് CPM ചോദിക്കുകയാണ്.